അൽഹംദുലില്ലാ, വിശ്വാസികൾക്കെന്ന് അറഫാ ദിവസമാണ്. അല്ലാഹു തആല ഒരുപാട് ഓഫറുകൾ അടിമകൾക്ക് സമ്മാനിക്കുന്ന ദിവസം. ഒരുപാട് തവണ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലല്ലേ? മഹത്തുക്കൾ പറയാ, അറഫയുടെ പകലുകളിൽ ഹലാലായ എന്ത് കാര്യം വേണമെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാം, അള്ളാഹു അതിന് ഉത്തരം നൽകുമെന്നാണ്. അതിൻ്റെ കൂടെ സൂറത്തുൽ ഇഖ്ലാസ് 100 തവണയോ ചൊല്ലിയതിന് ശേഷമാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും അത്. അല്ലാഹു തആല പടച്ച പകലുകളിൽ ഏറ്റവും പവിത്രമായ പകൽപ്പെട്ടതാണ് അറഫയുടെ പകൽ. അതുപോലെ ആരെങ്കിലും അറഫാ ദിവസം നോമ്പെടുത്താൽ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. ഖത്താദ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാളുടെ ഒരു വർഷത്തെ മുൻകാല പിൻകാല ചെറുപാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു നൽകും. ഒരുപാട് പാപങ്ങൾ ചെയ്തവരല്ലേ നമ്മൾ. അള്ളാഹുവിനോട് പാപമോചനം തേടാൻ പറ്റിയ ദിവസം അസ്തഗ്ഫിറുല്ലാഹ് ധാരാളമായി ആവർത്തിക്കുക. ഇനി അറഫാ നോമ്പിന്റെ നിയ്യത്ത് നമുക്കൊന്ന് വെക്കാം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ സുന്നതി യൗമി അറഫ ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ സുന്നത്തായ ദുൽഹിജ്ജ 9-നുള്ള അറഫാ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നാളെ നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. അറഫാ ദിവസം ചൊല്ലേണ്ട പ്രത്യേകമായ ചില ദിക്റുകളുണ്ട്, നമുക്ക് ചൊല്ലിയാലോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 1000 തവണ ഈ ദിക്ർ ചൊല്ലുക. സൂറത്തുൽ ഇഖ്ലാസ്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 100 തവണ പാരായണം ചെയ്യുക. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ സയ്യിദിന ഇബ്രാഹിം വഅലാ ആലി സയ്യിദിന ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. 100 തവണ ഈ സ്വലാത്തിനെ ചൊല്ലുക. അതുപോലെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവ കഴിയുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. അതുപോലെ സൂറത്തുൽ ഹശ്ർ 1 തവണ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അറഫാ ദിവസമാണ്, ആരും പാഴാക്കാതെ ഇതിൽ പറഞ്ഞതുപോലെ ചൊല്ലി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന അടിമകൾ പെടുക. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. നമ്മളിന്ന് ഒരുപാട് പേർ ഹജ്ജിനായി ഇപ്പോൾ മക്കയിലുണ്ട്. അള്ളാഹു തആല അവിടെ ഹജ്ജുകളൊക്കെ കബൂലാക്കട്ടെ. അവിടെ എത്താൻ നമുക്കും അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. നമ്മളിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. എൻ്റെ വലിയുമ്മയുടെ 3 ആയിരുന്നു ഇന്നലെ. അവരടക്കമുള്ള നമ്മുടെ കൂട്ടുകുടുംബാദി, നമ്മുടെ പ്രിയമുള്ളവരുടെ എല്ലാം ഖബറുകൾ അള്ളാഹു തആല വിശാലമാക്കട്ടെ.